Ennemcien, +2 exam package, part 12. A ray of light is incident normally on one face of an equilateral glass prism of refractive index 1.5. What is the angle between the incident ray and the ray that leaves the opposite face of the prism? ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഒരു ഫേസിൽ പെർപെൻഡിക്കുലറായിട്ടാണ് വീഴുന്നത്. അപ്പോൾ അത് ബെൻഡ് ചെയ്യാതെ നേരെ ഓപ്പോസിറ്റ് ഫേസിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇക്വിലാറ്ററൽ പ്രിസം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആംഗിള് 60 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രി പോയിട്ട് ഇത് 30 ഡിഗ്രി വരും. എങ്കിൽ ഇവിടുത്തെ നോർമലും ഇതും കൂടെയുള്ള ആംഗിള് 60 ഡിഗ്രി വരും. ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കണം. മ്യൂ ഈക്വൽസ് 1 ഓർ ക്രിട്ടിക്കൽ ആംഗിൾ സൈൻ സി ഈക്വൽസ് 1/μ 1/1.5. അവിടുത്തെ ക്രിട്ടിക്കൽ ആംഗിൾ യു ക്യാൻ സോൾവ്, ദാറ്റ് ഈസ് നിയർലി 42 ഡിഗ്രി. അപ്പോൾ ഈ 60 എന്ന് പറഞ്ഞാൽ 42-നേക്കാൾ കൂടുതലല്ലേ. അപ്പോൾ ഇവിടെ വെച്ചത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടത്തും. റിഫ്ലക്ഷൻ നടത്തുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിരിക്കണം. അപ്പോൾ ഇതും 60 ഡിഗ്രിയാണ്. എങ്കിൽ ഇൻസിഡൻറ്റ് റേയും ഈ ഫേസിൽ നിന്നും ഓപ്പോസിറ്റ് ഫേസിൽ നിന്നും പോകുന്ന ലീവ് ചെയ്യുന്ന റേയും തമ്മിലുള്ള ആംഗിളായി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻസിഡൻറ്റ് റേയും ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്ന റേയും തമ്മിലുള്ള ആംഗിള് 60 + 60 120 ഡിഗ്രി. That is the angle, or 60 × 2 120 ഡിഗ്രി. അതാണ് ആൻസർ. അല്ല ഇവിടെ ഡീവിയേഷൻ ഒന്നും കാണാനൊന്നും പോകരുത്. ഓപ്പോസിറ്റ് ഫേസിൽ നിന്ന് ലീവ് ചെയ്യുന്ന റേ ഇൻസിഡൻറ്റ് റേക്കും ഇടയ്ക്കുള്ള ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് 120 ഡിഗ്രി. നെക്സ്റ്റ്, എ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ convergent lens with focal length 40 cm, 40. Where should a divergent lens of focal length 15 cm, 15, be placed for the beam to remain parallel after passing through the two lenses? ഇത് ഫിഗർ വരച്ച് കാണിക്കാൻ ചോദിക്കാം, ഇതുപോലെ കാൽക്കുലേഷനായിട്ടും ചോദിക്കാം. ഇപ്പോൾ ഇത് കോൺവെക്സ് ലെൻസാണ് L1, ഇത് കോൺകേവ് ലെൻസ് ഡൈവർജൻ ലെൻസ് L2. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് F1 ഈസ് 40 അല്ലേ, 40. F2 ഈസ് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിലോട്ട് പാരലലായിട്ടാണ് വന്ന് വീഴുന്നത് എന്ന് പറഞ്ഞാൽ U ഇൻഫിനിറ്റിയാണ്. അപ്പോൾ പാരലലായിട്ട് ലെൻസിൽ വീണാൽ അത് അതിൻ്റെ ഫോക്കസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഫോം ചെയ്യുന്ന ഫസ്റ്റ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് ഇതിൻ്റെ ഫോക്കൽ പോയിൻറ്റിൽ, അതായത് I1 ഇവിടുന്ന് 40 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഈ ഇമേജ് ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ലെൻസിൻ്റെ ഈ ഓബ്ജക്റ്റാണ്, ഈ ഇമേജാണ് ഇതിൻ്റെ ഈ കോൺകേവ് ലെൻസിൻ്റെ ഓബ്ജക്റ്റ്. അപ്പോൾ ഈ സെക്കൻഡ് ലെൻസ് എടുക്കുമ്പോൾ ലെൻസ് ഇക്വേഷൻ ഉപയോഗിച്ചാൽ 1/-u + 1/v = 1/f. ഇവിടെ നിന്നും പോകുന്ന ലൈറ്റ് ഫൈനൽ റേ പാരലായിരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓബ്ജക്റ്റ് ഇമേജ് ഡിസ്റ്റൻസ് v ഷുഡ് ബി ഇൻഫിനിറ്റി. ഇപ്പോൾ സെക്കൻഡ് ലെൻസിൻ്റെ v ഇൻഫിനിറ്റി ആയിരിക്കണം. അതിൻ്റെ ഫോക്കൽ ലെങ്ത് കോൺകേവ് ആയതുകൊണ്ട് f ഈസ് -15. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സോൾവ് ചെയ്യാമല്ലോ. ഇതിൻ്റെ ഈ ഡിസ്റ്റൻസ് ഇതാ ഇതിൻ്റെ u. അപ്പോൾ 1/-u +
1 by infinity equals 1 by minus 15. That means u equals 15. അപ്പോൾ ഇത് 15 സെൻറ്റിമീറ്ററാണ്. എങ്കിൽ ഇത് മൊത്തം 40 സെൻറ്റിമീറ്റർ. എങ്കിൽ ഡി എന്ന് പറഞ്ഞാൽ 40 മൈനസ് 15, that is 25 സെൻറ്റിമീറ്റർ. ഇത് തന്നെ ഫിഗർ വരച്ച് കാണിക്കാൻ ചോദിക്കാം. കോൺവെക്സ് ലെൻസിലോട്ട് പാരലലായിട്ട് വന്ന് വീഴുന്നു. അത് ഇതിൻ്റെ ഫോക്കസിലേക്ക് കൺവേർജ് ചെയ്യും, F1. ഈ ലെൻസ് ഇവിടെ വെച്ചാൽ ഇതിൽ നിന്നും പാരലൽ റേ ഇറങ്ങിപ്പോകുന്ന ചോദ്യം. അതിവിടെ എവിടെയെങ്കിലും ആയിക്കോട്ടെ. ഈ ഡിയ നമുക്ക് അറിയണ്ട. തീർച്ചയായിട്ടും ഇവിടുന്ന് പാരലലായിട്ട് വന്ന് വീണാൽ തിരിച്ച് റേ ഒന്ന് തിരിക്കുക. ഇവിടുന്ന് പാരലലായിട്ട് ഇങ്ങോട്ട് വീണാൽ ഈ പാത്തിൽ കൂടെ പോയി എമർജൻറ്റ് റേ പാരലലായിട്ട് ഇവിടുന്ന് പോകും. അപ്പം ചുരുക്കത്തിൽ ഇവിടുന്ന് പാരലലായിട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ വന്ന് മുട്ടും. അപ്പം ഈ ലെൻസിൻ്റെ ഫോക്കൽ പോയിൻ്റ് ഇത് തന്നെ ആയിരിക്കണം. ചുരുക്കത്തിൽ ഇത് 15, ഇത് മൊത്തം 40. Again this is 40 minus 15. That is the answer. Another one. The numerical value of power of a concave lens is twice that of a convex lens. What is the focal length when the two lenses are placed in contact? What is the nature of the combination? ഇവിടെ ഇപ്പോൾ മോഡുലസ് ഓഫ് പവർ എന്ന് പറഞ്ഞാൽ 1 ഫോക്കൽ എന്താ, കോൺകേവ് ലെൻസിൻ്റെ പവറും പൊതുവെ നെഗറ്റീവാണ്. ഇപ്പോൾ ഇവിടെ മോഡുലസ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് 1/FC പവർ ഓഫ് കോൺകേവ് ലെൻസ് ഈക്വൽസ് ട്വൈസ് ദി പവർ ഓഫ് ദി കോൺവെക്സ് ലെൻസ് എന്നാണ്. അപ്പോൾ 2 × 1/Fx, from which Fc equals Fx/2. ശരിയല്ലേ? ഇനി ഇത് രണ്ടും കൂടെ കോണ്ടാക്റ്റ് കമ്പൈൻ ചെയ്യുമ്പോൾ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് F ഈക്വൽസ് F1/F2/F1 പ്ലസ് F2. 1/F ഈക്വൽസ് 1/F1 പ്ലസ് 1/F2. അതിനാൽ F1 പ്ലസ് F2/F1/F2 ഓർ F ഈക്വൽസ് അതിൻ്റെ റെസിപ്രോക്കൽ F1/F2. ഇവിടെ ഇപ്പോൾ Fc into Fx/Fc plus Fx. Fc is Fx/2. അത് സൈൻ ഇട്ട് കോൺകേവ് ലെൻസ് ആകുമ്പോൾ മൈനസ് ആ ഫോക്കൽ ലെങ്ത്. അപ്പോൾ മൈനസ് Fx/2 ഇൻറ്റു Fx ഡിവൈഡഡ് ബൈ Fc മൈനസ് Fx/2 പ്ലസ് Fx. ഇതിപ്പോൾ Fx മൈനസ് Fx/2 എന്ന് പറഞ്ഞാൽ Fx/2. ഈ 2 കൂടെ വീട്ടിൽ പോവും, ഒരു Fx വീട്ടിൽ പോയിട്ട് ആൻസർ ഈസ് ഒരു മൈനസ് ഇവിടെ റീറ്റെയിൻ ചെയ്യും, മൈനസ് Fx എന്ന ഒരു ആൻസർ. അപ്പോൾ കോമ്പിനേഷൻ്റെ ഫോക്കൽ ലെങ്ത് മൈനസ് Fx എന്ന. അപ്പോൾ കോമ്പിനേഷൻ്റെ ആക്ഷൻ മൈനസ് വന്നിരിക്കുന്നതുകൊണ്ട് കോൺകേവ് ആക്ഷനാണ്. അതിൻ്റെ ഫോക്കൽ ലെങ്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്തിന് തുല്യം. Fx എന്നല്ലേ കിട്ടിയ കോമ്പിനേഷൻ്റെ. അപ്പോൾ പൊതുവെ അറിഞ്ഞിരിക്കേണ്ട ഒരു തത്വം, ലെൻസസ് കമ്പൈൻ ചെയ്യുമ്പോൾ അതിലെ ഫോക്കൽ ലെങ്ത് ഏറ്റവും കുറഞ്ഞ ലെൻസ് ഏതോ അതിൻ്റെ എഫക്റ്റാണ് കോമ്പിനേഷൻ കാണിക്കുക. അത് ഓർത്തിരുന്നോ. ഫോക്കൽ ലെങ്തിൻ്റെ മോഡുലസ് ഏതിനാണോ കുറവ് ഒരു കോമ്പിനേഷനിൽ എങ്കിൽ അതിൻ്റെ ആക്ഷനാണ് കോമ്പിനേഷൻ കാണിക്കുക. അടുത്ത ചോദ്യം. അറ്റ് സൺസെറ്റ് ആൻഡ് സൺറൈസ് the horizontal diameter of solar disk appears to be longer than the vertical diameter. Why? സൂര്യാസ്തമനത്തിലും സൂര്യ ഉദയ സമയത്തും നോക്കിക്കഴിഞ്ഞാൽ ഒരു എലിപ്സ് പോലാണ് സോളാർ ഡിസ്ക് കാണുക. സാധാരണ സർക്കിളായിട്ടാണല്ലോ കാണുക.
ഇത് വെർട്ടിക്കൽ ഡയമീറ്റർ ഒന്ന് കുറഞ്ഞ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ കൂടിയും ആണ് കാണുക. എന്താ കാര്യം? സോളാർ ഡിസ്കിൻ്റെ വെർട്ടിക്കൽ ഡയമീറ്ററിൻ്റെ രണ്ട് എൻഡ്സും രണ്ട് എലിവേഷനിലാണ്. ലോവർ പോയിൻ്റ് വെർട്ടിക്കൽ ഡയമീറ്ററിൻ്റെ ലോവർ എഡ്ജിൽ നിന്ന് വരുന്ന ലൈറ്റ് അല്ല ലോവർ എഡ്ജ് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യന്, ഒരു ഒബ്സർവറിനെ അപേക്ഷിച്ച് അതിന് എലിവേഷൻ കുറവാണ്. താഴ്ന്നല്ലേ, താഴ്വശമല്ലേ. ഡിസ്കിൻ്റെ അപ്പർ എഡ്ജിലെ പോയിൻ്റ് കുറേ കൂടെ ഹയർ എലിവേഷനില്ല. അപ്പോൾ രണ്ട് ആംഗിളിലാണ് അവിടെ. അപ്പോൾ ബെൻഡിങ് ഡിഫറൻസ് ഉണ്ട്. സോളാർ ഡിസ്കിൻ്റെ അപ്പർ എഡ്ജിൽ നിന്ന് വരുന്ന ലൈറ്റും ലോവർ എഡ്ജിൽ നിന്ന് വരുന്ന ലൈറ്റും എയറിൽ തട്ടി റിഫ്രാക്റ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് വ്യത്യസ്ത ഡീവിയേഷൻസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് ഡയമീറ്റർ ഒന്ന് കുറയും. മുകളിൽ നിന്ന് വരുന്നതിന് ഡീവിയേഷൻ കൂടുതൽ ചരിഞ്ഞാണ് വരുന്നത്. നേരെ മറിച്ച് ഹൊറിസോണ്ടൽ ഡയമീറ്ററിലെ രണ്ട് പോയിൻറ്റ്സ് ഒരേ എലിവേഷനാണ് ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്ന ഒരാളിന്. അപ്പോൾ സെയിം ഡീവിയേഷനാണ് ഉണ്ടാകുന്നത്, റിലേറ്റീവ് ഡീവിയേഷൻസ് ഇല്ല. അപ്പോൾ ഫ്രം ദി ടു അപ്പർ ആൻഡ് ലോവർ പോയിൻറ്റ്സ് ഓഫ് ദി വെർട്ടിക്കൽ ഡയമീറ്റർ, elevations are different for an observer on Earth. So light from these edges, these points, undergo different deviations due to refraction by atmospheric air, so that the diameter appears to be shorter. On the other hand, the 2 points on the horizontal diameter at the edges of the solar disk are at the same elevation, so they undergo same deviation. So there is no relative shift in the deviations. അപ്പോൾ ആക്ച്വൽ ഡയമീറ്റർ ആയിട്ട് തന്നെ അത് നമുക്ക് കാണാം. അതേ ഉള്ളൂ. Another one. A microscope is focused on an object. When a sheet of glass 6 millimeter thick is placed over the object, the tube of the microscope has to be raised 2.25 millimeter to bring the object back into focus. What is the refractive index of glass? ഇതാണ് ഓബ്ജക്റ്റ് എന്നിരിക്കട്ടെ. ഈ ഓബ്ജക്റ്റിലോട്ട് നേരിട്ട് മൈക്രോസ്കോപ്പ് ഫോക്കസ് ചെയ്ത് ഇമേജ് കണ്ടു. അത് കഴിഞ്ഞൊരു ഗ്ലാസ് പ്ലേറ്റ് 6 mm തിക്നെസ് ഉള്ള ഒരു ഗ്ലാസ് പ്ലേറ്റിന് മുകളിൽ വെക്കുമ്പോൾ മൈക്രോസ്കോപ്പ് ഒന്ന് ഉയർത്തേണ്ടി വരുന്നു. 2.25 millimeter ഉയർത്തിയാലേ വീണ്ടും ഫോക്കസ് ഈ ഓബ്ജക്റ്റ് കാണാൻ പറ്റുന്നുള്ളൂ. എങ്കിൽ ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? അപ്പോൾ സത്യത്തിൽ ഒ ഡാഷ് എന്ന് പറയുന്നതാണ് ഈ 2. ഇപ്പോൾ ഈ റിഫ്രാക്ഷൻ കൊണ്ട് ഈ ഇമേജ് ഈ ഗ്ലാസ് പ്ലേറ്റ് ഇതിൻ്റെ ഒരു എലിവേറ്റഡ് ഇമേജ് ഉണ്ടാകും, അപ്പാരൻറ്റ് ഷിഫ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഓയിൽ ഇരുന്ന ഓബ്ജക്റ്റിൻ്റെ ഇമേജ് റിഫ്രാക്ഷൻ മൂലം ഇത് അല്പം ഉയർത്തി കാണിക്കും, ഒ ഡാഷിലേക്ക് പറയും. അപ്പോൾ അതിനനുസരിച്ച് മൈക്രോസ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ട്യൂബ് ഉയർത്തേണ്ടി വരുന്നത് ഈ ഒ ഡാഷ് ദൂരമാണ്. അപ്പോൾ ഒ ഡാഷ് എന്ന് പറഞ്ഞ ഷിഫ്റ്റ് ഇൻ ദി ഇമേജ്. എങ്കിൽ ഇവിടുത്തെ റിയൽ ഡെപ്ത് നമ്മൾ 6 mm അങ്ങ് എടുക്കണം. ഓയിലേക്ക് ഇവിടെ നിന്നുള്ള റിയൽ ഡെപ്ത് 6 mm എന്നെടുത്താൽ അപ്പാരൻ്റ് ഡെപ്ത് എന്ന് പറയുന്നത് 6 mm നിന്നും ഒ ഡാഷ് കുറയ്ക്കുന്നത്. അതേണ്ടി ഇത്രയും ഭാഗം, അതായത് 6 minus 2.25. So take the real depth, 6 mm as the real depth. Then apparent depth must be 6 minus 2.25, that is 3.75. Then refractive index of glass is real depth by apparent depth, that is 6 by 3.75
it is 1.6. That is refractive index of the glass. Thank you.